അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളെ അരികുവൽക്കരിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞങ്ങളിതിനെ കാണുന്നുള്ളൂ. ഇതൊന്നും മറുപടി അറിയിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് എടുക്കണം, ഞങ്ങൾക്കത് ആവശ്യപ്പെടാനുള്ളത്. അതല്ല എന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇവിടുത്തെ സമുദായ സൗഹാർദ്ദം തകർക്കാൻ, മതസൗഹാർദ്ദം തകർക്കാൻ, ഇവിടുത്തെ മതേതരത്വത്തെ കരിവാരിത്തേക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരാളായിട്ടാണ്. അദ്ദേഹത്തിനിപ്പോൾ ഏറ്റവും ഈ നാരായണീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രസ്ഥാനത്തിന് അവലെത്തിരിക്കുന്നതിന് പകരം RSSൻ്റെ നേതൃത്വം അദ്ദേഹത്തിന് ഏറ്റെടുക്കണം. അദ്ദേഹത്തിന് ഏറ്റവും കരണീയമായ പോസ്റ്റ് പദമാണ് RSSൻ്റെ നേതൃത്വം. അതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇതൊന്നും ഒരിക്കലും അർഹിക്കുന്നേ ഇല്ല. പ്രൊഡക്ഷൻ്റെ കാര്യം, പ്രൊഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ തൻ്റെ അനുയായികളെ മദ്യം കൊടുത്ത് മയക്കി കിടത്തിയിട്ട് പിന്നെ ഇപ്പോൾ ഈ പ്രൊഡക്ഷനെ പറ്റി പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ജനസംഖ്യാനുപാതികമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മണ്ഡലങ്ങളൊക്കെ പുനർനിർണ്ണയം ചെയ്യുന്നത്. അതൊക്കെ അറിയാവുന്ന ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി. ഇതിൽ ഇതുപോലെയുള്ള തരംതാണ സ്റ്റേറ്റ്മെൻറ്റ്, അതേ ആ സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ അത്രയും നമ്മൾ വില കൊടുക്കുന്നുള്ളൂ.